സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ള കഥകളി ക്ലബ്ബ് കുടുംബാംഗങ്ങളെ, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കഥകളി ക്ലബ്ബ് തുടങ്ങിയിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒരു സമാപനത്തിലേക്ക്, ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഈ 4ാം പാദത്തിൽ നമ്മൾ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞം തന്നെയാണ് തുടങ്ങി വയ്ക്കുന്നത്. ഇന്നതിൻ്റെ ആരംഭമാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും നമ്മൾ 50 വർഷം ഈ ക്ലബ്ബ് പ്രവർത്തിക്കാനായിട്ട് ഉത്സാഹിച്ച ഭരണസമിതിയിൽ എന്ന് പ്രത്യേകിച്ച് പറയാം, എന്നാലും അല്ലാതെയും ഉള്ള ആൾക്കാരുണ്ട്. ഭരണസമിതിയിൽ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, അതിൽ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് നിവൃത്തിയില്ല. അങ്ങനെയുള്ള അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ നേരിട്ട് പോയി ക്ഷണിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരുമാതിരി ആൾക്കാരെ ഫോണിൽ കൂടെയും നേരിട്ടും വാട്സപ്പ് വഴിയും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇത്രയെങ്കിലും പേര് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. കുറച്ച് പേരുണ്ട്. ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എൻ്റെ കണക്ക് കൂട്ടിൽ ഒരു പക്ഷെ തെറ്റായിരിക്കാം. ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളടക്കം ഈ 50 കൊല്ലവും നോക്കുമ്പോൾ 70-75 പേരെ ഭരണസമിതിയിൽ ഇരുന്നിട്ടുള്ളൂ. തുടർച്ചയായിട്ട് കുറേ പേര് ഈ ഭരണസമിതിയിൽ ഇരുന്നവരാണ്. അതിൽ ഇളയത് മാഷാണ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായിട്ടിരുന്നു. 20 കൊല്ലം ഇളയത് മാഷ് പ്രസിഡൻ്റായിട്ടിരുന്നു. അഗ്നിശർമ്മൻ അദ്ദേഹം പിന്നെ 19 കൊല്ലം ഇരുന്നു. പിന്നെ കെ തമ്പാൻ, വട്ടേരിപ്പാട്, ബാലകൃഷ്ണൻ മാഷ്, അങ്ങനെയുള്ള വളരെ ബാക്കിയുള്ള സമയം കൊണ്ടാണ് കൊല്ലങ്ങളെ ബാക്കിയുള്ളവരുണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് KV ചാത്തിരേട്ടൻ 25-ലധികം വർഷം സെക്രട്ടറി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ അത് കൂട്ടത്തിലേക്ക് പറഞ്ഞത് മാത്രം. അപ്പം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞത്, പുതിയ ആൾക്കാർ നമ്മൾ എല്ലാ കൊല്ലവും ശ്രമിക്കാറുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട്. ഒരു കൊല്ലമൊക്കെ നിന്നിട്ട് പലരും പോയവരുണ്ട്. അവരെ പോലും നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ പലരും വന്നിട്ടുമുണ്ട്. അത് ആ ഒരു പഴയ ചരിത്രം എന്ന് പറഞ്ഞു മാത്രം. നമുക്കിപ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ ഉടനെ എത്തും. അതിനു മുമ്പ് നമുക്ക് അനൗപചാരികമായിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. ഓരോരുത്തർക്കും ഈ ക്ലബ്ബായിട്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പം അത് എല്ലാവരും ചെറിയ സമയം കൊണ്ട് അത് തുടരുക. അവർ വരുന്നവരെങ്കിലും നമുക്ക് നിൽക്കാം. അവർ വന്നാലും കുഴപ്പമില്ല, നമുക്ക് പറയാനുള്ളവർക്കൊക്കെ പറയാം. ഞാൻ ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല, ഒരു പ്രയോറിറ്റി ഒന്നും നോക്കുന്നില്ല, ആർക്കും വേണമെങ്കിൽ സംസാരിക്കാം. വാട്സാപ്പിൽ കൂടെ മെസ്സേജ് കണ്ടു, ഇങ്ങനെ കൂടിക്കാരുണ്ട്, അതിലെങ്ങനെയും വരണം, വരുന്ന ആൾക്ക് വീട്ടിൽ വന്ന് കൊണ്ടുപോകണം. അപ്പോൾ വയസ്സായാലും അത്യാവശ്യം, കാരണം ഇത് പറയാനുണ്ടെങ്കിൽ അവരെയും കാണാനും ഉപപരിചയം പുതുക്കാനും വേണ്ടി കാണാൻ വയ്യെങ്കിലും ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ കഥകളി ക്ലബ്ബുമായിട്ടുള്ള എൻ്റെ ഓർമ്മകൾ ആദ്യത്തെ ഓർമ്മ എൻ്റെ ഭാര്യയാണ്. ഞാൻ സമിതി അംഗമായി അന്ന് അവർക്ക് തന്നെ അതിൻ്റെ പിന്നാലെ ഓരോ ക്ലബ്ബാംഗങ്ങളുടെ വീട്ടിലേക്ക് പോവുകയും ഓരോ പരിപാടിക്ക് ക്ഷണിക്കുകയും
ചന്ദ്രൻ എനിക്ക് അന്ന് വിജയിക്കുന്നവർക്കും ഇത് വേണം, തൊട്ട് വേണം, ഹെൽമെറ്റ്. ചന്ദ്രൻ എവിടെയോ പോയിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ആ ഹെൽമെറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വാങ്ങി കയറാം പോവാം. എവിടേക്കാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചന്ദ്രൻ പോയി ഓരോ കടകളിലെ അംഗങ്ങളുടെ ഓരോ വീട്ടിലും കയറി അവരെ പരിചയപ്പെടാനും അവിടെ നിന്ന് ചായ കുടിക്കാനും ഉള്ള ഭാഗ്യവും യോഗവും എനിക്കുണ്ടായി. ഞാൻ ഇരിഞ്ഞാലക്കുട താമസമാകുന്നതിന് മുമ്പേ കഥകളി ക്ലബ്ബുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. പ്രത്യേകിച്ചും തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ 2-3 വർഷം ഉണ്ടായി. അപ്പോൾ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 50 വർഷമായെങ്കിലും ക്ലബിൻ്റെ രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ 79-ലാണ്. 100/79 ക്ലബ്ബുമായിട്ടുള്ള അനൗദ്യോഗികമായിട്ടാണ് ക്ലബ്ബുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് തുടങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ. അന്ന് എനിക്ക് മെമ്പർഷിപ്പ് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ താമസം കണക്കാക്കുന്നതിന് മുമ്പ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. 80-ലാണ് സ്ഥിരതാമസമായത്. അതിനുശേഷം ക്ലബിൻ്റെ അപ്പോൾ CP അനവധികാലം ട്രഷററായിരുന്നു. CP അനവധികാലം ട്രഷററായിരുന്നപ്പോൾ അതിന് മുമ്പ് തന്നെ MR അനിയേട്ടൻ ട്രഷററായിരുന്നു. ആ സമയം മുതലേ അനൗദ്യോഗികമായിട്ട് തന്നെ ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരുന്നു ഞാൻ. CPയുടെയും കണക്കുകൾ പരിശോധിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടർ KK കുമാരൻ്റെ മകൻ ബാബു ഉണ്ട്. ശശി ബാബു എന്നാണ് എല്ലാവരും പേരെങ്കിലും മാറും. സഹോദരൻ ഇവിടെ അനവധി ആൾക്കാരുണ്ടെന്നുള്ളതുകൊണ്ട് വളരെയധികം നീണ്ട് പോയാൽ ശരിയാവില്ല. ഏറ്റവും വലിയൊരു സുഹൃത്ത് വലയം എനിക്ക് ഇരിഞ്ഞാലക്കട കിട്ടിയത് കഥകളി ക്ലബ്ബ് സാമുദായിക വ്യക്തിത്വം കഥകളി ക്ലബ്ബുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വളരെ വിപുലമായൊരു സുഹൃത്ത് ബന്ധം ഇരിഞ്ഞാലക്കട ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുകൊണ്ട് എന്നെയാണ് ആ രീതിയിൽ ഞാൻ കടന്നു വരുന്ന കാലത്തിൻ്റെ കഴിയമ്മ ഒന്നാമത് നമ്പറാണ്. ഞാൻ അതിൻ്റെ മെമ്പർക്കൊന്നും ആയിട്ടില്ല. അപ്പായിട്ടില്ലെങ്കിലും അതിനന്ന് വളരെ കയ്യിലെടുത്താണ് എൻ്റെ താമസമാണ്. ഞാൻ കഥകളി ക്ലബിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പലവരുടെയും നമ്മുടെ നിലനിൽപ്പിലെ കാരണം പലവരുടെയും സന്ധ്യ സമയത്തൊക്കെ പലരും വീട്ടിൽ പോയിട്ട് വരാറില്ല. ഷെയ്പ്പിലും ഷെയ്പ്പിലുള്ളവർക്ക് ഒക്കെ ബൈക്കുകൾ വെച്ചിട്ടൊക്കെ പോകുന്നവരുടെ അയച്ചുകൊണ്ടിനെ നിൽക്കണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാം അത് 7 പ്രോഗ്രാമായാലും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി എല്ലാവരും പോയതിന് പോരാറുള്ളൂ പോരാൻ സാധിക്കുമാറുള്ളൂ. ഞാൻ 1985 മുതൽ ഈ ക്ലബിലെ അംഗമാണ്. 1996 ആജീവനാന്ത അംഗമാണ്. അനിൽ മംഗലത്തെയും നമ്മുടെ വന്ന് ക്ഷണിച്ചുകൊണ്ട് തീരുമാനിച്ചു ഇത് വരാൻ പറ്റില്ല, വീട്ടിലെ സാഹചര്യം കൊണ്ട് പല പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാറില്ല എന്നിട്ട് എല്ലാവരുമായി സംസാരിക്കാനും പങ്കുചേരാനും ഈ സമ്മേളനത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനും അദ്ദേഹത്തിനോട് ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിൽ 50 വർഷം തുടർച്ചയായിട്ട് കലാപരിപാടികൾ സംഘടിപ്പിച്ച ഒരു സംഘടന ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്തരം ഒരു സംഘടന വേറെ ഇല്ല. എൻ്റെ കഥകളി ക്ലബുമായിട്ടുള്ള സഹവാസം തുടങ്ങിയത് 1982-ലാണ്. ക്ലബ് പരിപാടികൾ കലാനിലയത്തിൽ നിന്നും നാഷണൽ സ്കൂളിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ
ആദ്യത്തെ കഥ നടയുടെ 1-ാം ദിവസം സംഭവമാണ്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ കഥകൾ. തുടർന്ന് കൊണ്ട് കണ്ടിട്ടുണ്ടാവും, അതൊന്നും ഇവിടെ പ്രസക്തമായ കാര്യമല്ല. എനിക്ക് ക്ലബുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. 17 വയസ്സ് പ്രായത്തിൽ നല്ലോണം സിനിമ കണ്ട് നടക്കേണ്ട കാലത്ത് കഥകളി കാണാൻ പോകും. അതിന് കാരണമായി തീർന്നത് ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ്. അവിടെ സഹൃദരായിട്ടുള്ള എല്ലാ അധ്യാപകരും, ഇടയിൽ മാഷ്, മാമ്പഴ കുമാരൻ സാറ്, ജോർജസ് പോൾ, കൂടുതലെടുത്ത് പറഞ്ഞ ചന്ദ്രമാഷ് കുറച്ചും കൂടി ഈ പറയുന്ന അധ്യാപകരിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ്. ഇളയത് മാഷോട് ബഹുമാനേ തോന്നുള്ളൂ. ചന്ദ്രമാഷോട് ചന്ദ്രേട്ടനെ പറയാൻ പറ്റുള്ളൂ, ചന്ദ്രമാഷോട് സ്നേഹ തോന്നുന്നു. ഇവരൊക്കെ പിന്നെ പ്രൊഫസർ നാരായണ സാർ, മാമ്പഴ കുമാരൻ സാറിന് കഥകളി ഇഷ്ടമൊന്നുമില്ല, എന്നാലും അത് പ്രകടമായിട്ട് പറയാറുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും കഥകളിയാണ് ഏറ്റവും ഉദാത്തമായ കലാരൂപം എന്ന് ഒരു ഇംപ്രിന്റ് എൻ്റെ മനസ്സിലേക്ക് ഇട്ട് വന്നു. അതോടുകൂടി സിനിമ കാണലില്ല, എന്തൊന്നുമില്ല. ഒരിക്കൽ വെട്ടിക്കര രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, ഇടയ്ക്ക് ഒരു സിനിമ കാണൂ, എന്നാലേ ലോകം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് ഇവരോട് കൂടി ചേർത്തതിൻ്റെ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു 5 മിനിറ്റെങ്കിലും മിനിമം എടുക്കും, കുറച്ച് സംസാരിക്കാനുണ്ട്. ക്രൈസ്റ്റ് കോളേജില് സമരമായി കഴിഞ്ഞാൽ നേരെ ഡാണാവിലേക്ക് പോകാം. ഡാണാവില് വെസ്റ്റ്ലിൻ ഏജൻസീസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ പോയ ഏട്ടൻ ചില സമയത്ത് പർവ്വത ശശികുമാർ ഉണ്ടാവും. അവിടെ സംസാര വിഷയം കഥകളിയായിരിക്കും. വൈകുന്നേരം തിരിച്ച് ETM വേദിശാലയിലെത്തുമ്പോൾ അവിടെയും ചർച്ച കഥകളി തന്നെയാണ്. അങ്ങനെ അധികം ആൾക്കാരെ നമുക്ക് കിട്ടാറില്ല കഥകളിയെ കുറിച്ച് സംസാരിക്കേണ്ട അക്കാലത്ത്. അപ്പോൾ അതിനുള്ള ഒരു 2 ലാവണങ്ങളായിരുന്നു ഈ 2 വ്യാപാര സ്ഥാപനങ്ങൾ. വ്യാപാരം കുറച്ചേ നടക്കുന്നുള്ളൂ, അവിടെ നടത്തുന്നത് കലാ സംഘടനവും മാത്രമായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തിയെ എടുക്കുമ്പോഴും കിഴക്കേവർക്കില്ല എന്ന് പറയുന്ന ഒരു സഹൃദയ എക്സിക്യൂട്ടീവ് മെമ്പറെ കുറെ കാലം അദ്ദേഹം സഹൃദയത്തോടുകൂടി പല പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ഈ ഒക്ടോബർ 9 എന്ന കോൺസെപ്റ്റിലേക്ക് ക്ലബിനെ എത്തിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഈ ഒരു വ്യക്തി എന്തായിരിക്കണം, ഒരു കലാസ്വാദനം എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഉള്ള സ്ഥാപനം കഥകളി ക്ലബായിരുന്നു അന്ന്. ഒരു കലാപ്രവർത്തനം എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എങ്ങനെയാണ് അവസരങ്ങളെ കാത്തിരിക്കേണ്ടത്, ഇതൊക്കെ അവിടെ മനസ്സിലാവും. അതായത് മറ്റും പറഞ്ഞിട്ട് ഒന്നുകിൽ ഇപ്പോ അല്ലെങ്കിൽ വേണ്ട. ഈ ഇത്തരത്തിൽ ഉള്ള കുറെ വ്യക്തിത്വങ്ങൾ കഥകളി ക്ലബില് ഉണ്ടായിരുന്നു. അവരോടൊത്ത് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കട്ടകാലത്ത് ഞാൻ ഇടയ്ക്കൊന്ന് ഒരു മാസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു, 3 മാസത്തെ. അന്ന് എനിക്ക് സെന്റ് ജോസഫ് ഞാൻ പറഞ്ഞു, എന്നെ ഒഴിവാക്കിയെന്നല്ല പറയണേ. തുടർന്ന് ഞാൻ 3 മാസം തിരിച്ചു വന്നു. എന്നെ പ്രത്യേകാതിഥിയായിട്ട് പലപ്പോഴും വിളിക്കാറുണ്ട്, ചെല്ലാറുണ്ട്. വളരെ സന്തോഷകരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ ഓരോ എക്സിക്യൂട്ടീവ് പഴയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കുറിച്ച് എനിക്ക് ഈ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് ദാനം കിട്ടിയതാണ്. രാമനാഥൻ മാഷോട് എക്സിക്യൂട്ടീവ് മെമ്പറാകാൻ പറഞ്ഞു. അപ്പൊ മാഷോട് എനിക്കൊന്നും വേണ്ട, അയാൾക്ക് കഥകളി ആളെയാക്കണം. അങ്ങനെ എനിക്ക് കിട്ടിയതാണെന്ന് ഒരു സത്യത. ഓരോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഓർമ്മിച്ചെടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും. ഡോക്ടർ കെ കുമാർ വളരെ രസകരമായിരുന്നു അദ്ദേഹത്തിന്റെ കഥകളി എനിക്ക് തന്നെ. അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു കഥകളി കളിച്ചു. അപ്പോ അശ്വത്ഥമാവ് കൃതകർമാവിന്റെ തോളത്ത് പിടിച്ച് വരുള്ളൂ. അതോടുകൂടി
അയാളുടെ മറ്റേ കുഴല് അന്ന് ഡോക്ടർക്ക് ഓടാൻ പറ്റില്ല. ഡോക്ടർ സദസ്സിൽ നിന്ന് ഒരാൾ നേരെ മുന്നോട്ട് വന്ന നിശ്ചയിക്കുന്നു. അതായിരുന്നു ഡോക്ടർ കെ കെ കുമാരൻ. അന്ന് തൊട്ട് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് വരെ കഥകളിക്കവിലെ അടുത്ത സുഹൃത്തായി. കഥകളിക്കവിലെ ഓരോ പ്രവർത്തനവും ഏകദേശം 45 വർഷത്തോളം പ്രഭാസത്തിന്റെ ഗൈഡൻസും അതുപോലെ കൊച്ചുവെണ്ണന്റെ ഹോട്ടലിൽ നിന്ന് 25 പേർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് 35 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ഷൈഡു പ്രൊഡക്ട്സിലാണ് നമ്മൾ പ്രിന്റിംഗ് കാര്യങ്ങൾ ചെയ്യാറ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ തീരുന്നില്ല, അത്ര അധികമുണ്ട്. ക്ലബിന്റെ ധനശേഖര നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു നാടകാവതരണത്തിന്റെ സമയത്ത് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു. അത് വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു. വെള്ളിയാഴ്ച അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച നാടകം. ആ 1.5 ദിവസം കൊണ്ട് പൈസ നാടകക്കാർക്ക് കൊടുക്കേണ്ട പൈസ ടിക്കറ്റ് വിറ്റ് സമ്പാദിക്കാൻ സാധിക്കും. അത് അന്നത്തെ ഒരു ടീം വർക്ക്, അതൊരു പ്രത്യേകതയാണ്. ATM വിളിച്ചാലേ പോയി നിൽക്കുമ്പോൾ വ്യക്തികളൊരു പോവുക കുടിശ്ശിക വിൽക്കാൻ പോകുക, ഒരാളോ രണ്ടാളോ നോക്കില്ല, ഉള്ള ആൾക്കാരെ കൊണ്ട് ആ രീതിയിലൊക്കെ കെട്ടി പൊക്കിക്കൊണ്ട് ഇപ്പോ വലിയൊരു കൊട്ടാരമാക്കി മാറ്റാൻ സാധിച്ച ഈ കഥകളിക്കലിന്റെ പ്രവർത്തനങ്ങളിൽ കുറച്ചു കാലങ്ങളിൽ പങ്കാളിയായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഇതിന് മുൻകൈയെടുത്തവരോട് എന്നെ ക്ഷണിച്ചവരോട് നന്ദിയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഒരു കഥകളി കാണുന്നത് ബോംബെയിലുണ്ട്. വെസ്റ്റേണിന്റെ കഥകളികളൊക്കെ പിന്നെ എൻ്റെ ജീവിതം വിദേശത്തായി. കഥകളിയായിട്ട് തീരെ ഒന്നുമില്ല. ദുബായിലായിരുന്നു. അവിടെ കഥകളി ആൾക്കാർ ഇപ്പം കിട്ടുന്നുണ്ട്. ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ വിദേശ കഴിഞ്ഞുകൊണ്ട് വന്ന് ഒരു 2 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് KBC കാണുന്നത്. KBC വഴി വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ നിൽക്കൂ കഥകളി ക്ലബില് മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. മെമ്പർ എനിക്കറിയില്ല. അപ്പോൾ KN പിഷാൻ സ്മാരക കഥകളി ക്ലബ് അതിന് മെമ്പർഷിപ്പ് എടുക്കണം. അതിന് 1500 രൂപ എടുക്കണം. ഞങ്ങൾ നാളെ പറയാം. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഞാൻ മെമ്പറാവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് കഥകളികളെന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ണായി വാലിയ സ്മാരക കലാനിലയായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഓർക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വളരെ ഇമാജിനേറ്റീവും വളരെ സഹൃദയത്വവും വളരെ ശേഷിയുള്ള ഒരു നേതൃത്വം ഇപ്പോ അവരും അത് ഒന്ന് ആലോചിക്കും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു റപ്പോർട്ട് എതിരത്തിലാണെന്ന് എനിക്ക് പറയാൻ കിട്ടില്ല. ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയട്ടെ. ഞാൻ കൃഷ്ണൻകുട്ടിയെ വിശദമായ വീരും ഈ കഥകളി ക്ലബിന്റെ ഒരു ഭാരമാക്കി ഉണ്ടായിരുന്നതായ ഞാൻ ഉദ്യോഗം ചെയ്യണ വെളിയിലാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ ആ ഒരു നാളിലും ആ ഒരു ആയുധത്തിലൊക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഈ കഥകളി രംഗത്ത്
ഇതിലെല്ലാം കാണാൻ ഒക്കെ ഉള്ള അവസരമൊക്കെ കിട്ടിയത് എല്ലാം ഞാൻ ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. തുടർന്ന് കുറച്ച് കാലം പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വലിയോടാശന്റെ കീഴിൽ. പിന്നീട് ഞാൻ ഉദ്യോഗം കിട്ടി പുറത്തുപോയി. അതിനുശേഷം അച്ഛൻ ഇവിടെ റിസർവ് ബാങ്കിൽ നിന്നും റിട്ടയറായിട്ട് ഇവിടെ വന്ന് തിരിച്ച് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം ഇവിടെ കുറേ കാലം അതിൻ്റെ ഒരു ഭാരവാഹിത്വം അതൊക്കെ ആയിട്ട് കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അതിൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കും. ക്ലബിലിങ്ങനെ വന്നതും കൂടുതൽ ക്ലബുകളിലാണ്. പിന്നെ കുറെ പഴയ ആശാന്മാർ പഴയ പിന്നീട് ന്യൂജന ആരും അറിയാതെ ക്ലബിന്റെ വീട്ടിൽ പലപ്പോഴും ഓരോരോ വീടുകളിലെ രാത്രി ഭക്ഷണമുണ്ട്. ഓരോ വീട്ടിലും നോക്കണം. പ്രത്യേകിച്ച് ഡോക്ടർമാർ അവിടെ പരിശോധനയുള്ള ഹോസ്പിറ്റാലിറ്റി പറഞ്ഞാലും മതിയില്ല. അതൊക്കെ വീടുകളുണ്ടോ ഒരാൾക്കൊട്ടെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു രസം അതിപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത്. കുമാരന്മാര് പറയാറുണ്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം അതൊന്നും പിന്നെ അവരുടെ പെരുമാറ്റം ഭക്ഷണം എന്ന് പറഞ്ഞൊരു അതൊക്കെ നളഭാഗം ഇവിടെ നളജില്ലയിലേക്ക് ബന്ധപ്പെട്ട എപ്പോഴും ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊരു അതിപ്പോൾ തുടരുകയാണ്. മറ്റു ക്ലബിലൊന്നും പോയി കഴിഞ്ഞാലൊന്നും കിട്ടില്ല. ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒരു രമേശറിയില്ലെന്നറിയിക്കും. അതൊരു പ്രത്യേകത. ഹോസ്പിറ്റാലിറ്റി എപ്പോഴും ആ കുമാരനായ എപ്പോഴും പറയാറുണ്ട്. മണ്ഡലത്തില് KSRTC സ്റ്റേഷനിലെ എറണാകുളത്തിന്റെ എറണാകുളം ക്ലബിലെ കളി കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും പോയി. അപ്പോൾ പൈസ ആരോ ഏൽപ്പിച്ചിരിക്കണം. അങ്ങനെ എടുത്ത് കൊടുത്തു. അതിന് അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് എറണാകുളം അപ്പോൾ വേറൊരു കലാകാരനോട് പറഞ്ഞു ഞാനിവിടെ നോക്കിയാൽ കളി കഴിഞ്ഞാലും എല്ലാവർക്കും പിന്നെ വേറെ ഞാൻ ഹോസ്പിറ്റാലിറ്റി അതെന്നും തുടരുന്നു. അനിയനോട് രമേശനോട് ഈ കഥാളിക്കുമ്പ് ഒരു 8-3 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇവിടെ വന്നു. പത്തനാട്ടുകാരനാണ്. വന്നതിന് ശേഷം ഒരു കൊല്ലം ചുരുങ്ങിയത് ഒരു 8-9 കഥകളികളെങ്കിലും കാണാം എന്ന് ഉറപ്പുവരുത്തി തന്നത് ഈ കഥകളികളാണ്. അത് സാധാരണ എവിടെ കഥകളിക്കാണ് ഞാൻ താമസിക്കാൻ പലർത്തുന്ന ഒരു 25-30 കിലോമീറ്റർ അകലെയായിരിക്കും. പോകാൻ പറ്റില്ല. അവരും കൂട്ടിക്കൊണ്ടുപോകില്ല. കുട്ടിക്കാർക്ക് അത്ര അകത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം 8-9 കഥകളികളും 2-3 കഥകളികളും അല്ലാത്ത കലാപരിപാടികളും എല്ലാ വർഷവും തരപ്പെടാറുള്ള അതിന് അവസരം ഒരുക്കിയത് ഈ ഡോക്ടർ കെ എൻ ഷാജി സ്മാരകമാണ്. ആ നിലയ്ക്ക് ഇതിനോട് ഒരു വല്ലാത്തൊരു കടപ്പാടുണ്ട്. പിന്നെ കഥകളി ക്ലബിന്റെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ മംഗലശ്ശേരിക്കാരും സുഹൃത്തുക്കളും ഈ നാട്ടിലെ പ്രത്യേകിച്ച് പേര് കൂടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ കഴിക്കുക. കൂട്ടത്തിൽ ഏറ്റവും മൂടോദാഹരണമായിട്ട് നിൽക്കുന്നത് ഈ കഥകളി ക്ലബ്ബാണ്. കഥകളി ക്ലബ്ബ് ഇതേവരെ കഥകളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും ഈ 50 വർഷം എന്ന് പറയുന്നത് എനിക്കൊക്കെ കാണാൻ പറ്റുന്ന 100 വർഷമായി കാണണമെന്ന് മോഹമുണ്ട്. ഇനിയിപ്പോൾ 76 നട്ട് എനിക്ക് 26 വയസ്സായിരിക്കും നല്ലേ ഉള്ളൂ. അവിടെ വിചാരിക്കുക 100 വരെ എത്തട്ടെ. അത്
ആ മോഹം, എൻ്റെ ഒരു ദുർമോഹം, എനിക്ക് 96 വയസ്സ് വരെ ഇരിക്കാൻ ഈ കഥകളി ക്ലബ്ബ് 100ാം വാർഷികത്തിലും പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സ്വാമിയോടും മറ്റെല്ലാ ദൈവസുന്ദരങ്ങളോടും ഞാനത് പ്രാർത്ഥിക്കുന്നു. ഈ കഥകളി ക്ലബ്ബ് ഇത്രയും അധികം കഥകളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതിനുള്ള അതിന് കഥകളി ക്ലബിനോട് നന്ദി പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കഥകളി ക്ലബിൻ്റെ പുറത്തു നിന്ന് കഥകളി ക്ലബിന് വേണ്ടി എന്ത് വേണമെങ്കിലും എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പേര് പീതാംബരൻ. ഞാൻ ഇവിടെ നടവരത്താണ് വീട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ബോംബെയിലായിരുന്നു, കോളേജ് കഴിഞ്ഞ് ബോംബെയിൽ ജോലിയായിരുന്നു. കഥകളി ചെറുപ്പം പോലെ തന്നെ വളരെ ആഗ്രഹത്തോടെ കണ്ടിരുന്നതാണ്. വളരെ അപൂർവമായിട്ട് പുറത്ത് പോയി കാണാൻ പറ്റുമായിരുന്നു. അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ ഈ ഞങ്ങളുടെ ക്ലബ്ബ് കാര്യമായിട്ട് പറഞ്ഞ പോലെ കാണാനുള്ള ധാരാളം അവസരം കിട്ടി. അന്ന് ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ കിട്ടാൻ പറ്റിയിരുന്നു. പ്രധാന അടുത്ത സുഹൃത്തായിരുന്നതുകൊണ്ട് ക്ലബിൻ്റെ കുറേ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ചെറുപ്പം മുതലേ ഉള്ള മോഹം ആയിരുന്നു കഥകളി അഭ്യസിക്കണമെന്നും കൂടി. അപ്പോൾ വയസ്സായ പ്രായം കൂടി ഇനി അത് നടക്കില്ല എന്നുള്ള ഒരു ജാള്യതയും പഠിച്ചാൽ എന്ത് പറയും ആൾക്കാരെന്നുള്ള ഒരു മടിക്കാരനെ നിന്നെങ്കിലും ഈ പറഞ്ഞ പോലെ അനിയൻ തന്നെയാണ് ഒരു പ്രേരണ തന്നത്. ഇത്ര മോഹം ഉണ്ടെങ്കിൽ അത് പഠിക്കാം എന്ന്. ഇങ്ങനെ ഞാൻ കഥകളി പഠിച്ച് ആദ്യമായിട്ട് എനിക്ക് അവസരത്തിൽ ധാരാളം തന്നത് ഈ ഞങ്ങളുടെ കഥകളി ക്ലബ് തന്നെയാണ്. ഇന്ന് തൃശ്ശൂർ കഥകളി ക്ലബും ഞങ്ങളുടെ ക്ലബും ചാലക്കുടിയും വളരെ കുറച്ച്. ആ ശൈശവാവസ്ഥയിലുള്ള എൻ്റെ കഥകളി ധാരാളം അവസരങ്ങൾ തന്നു പ്രോത്സാഹിപ്പിച്ചതൊക്കെ ഈ ക്ലബ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഈ നാട്ടിലായിരിക്കുകയാണ്. എൻ്റെ പേര് രാമോദരൻ. 74 ആദ്യമായിട്ട് കഥകളി ക്ലബ് രൂപീകരിക്കാൻ പുറപ്പെട്ടതിൽ ശേഷിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒരാൾ, 3 പേരെന്നുള്ളൂ. അന്ന് പിന്നീട് അത് നിന്നു, പ്രവർത്തനം നിന്നു, വീണ്ടും ആരംഭിച്ചു. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. കഥകളി ആസ്വദിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളൊരു പ്രേരണയിലേക്കാണ് കഥകളി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ക്ലബിന് 50 വയസ്സായി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ആദ്യത്തെ ഉദ്ഘാടന കളി നളചേത 3-ാം ദിവസവും ദുര്യോധനോദയമായിരുന്നു. രണ്ടാമത്തത് ബീജഗോത്താണ്. പിന്നീട് സുഭദ്രാഹരണ ബലരാമൻ കൃഷ്ണൻ. അന്ന് തന്നെ നമ്മുടെ മിനിസ്റ്റർ ബിന്ദുവിൻ്റെയും അനേക സുധയുടെയും ലളിതാ പാഞ്ചാലി അവതരിപ്പിക്കുകയാണ്. ഈ യുവജനോത്സവത്തിന് സമ്മാനം കിട്ടിയതിന് പിന്നീടൊരു ഇന്നത്തെ മാസം ഒരു ഇതായിരുന്നു ഹരിദേവയാനി, പിന്നീട് കരുണാസുരം. ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. സുവർണം അതിൻ്റെ സമാപനത്തിനോട് എടുക്കുമ്പോൾ 16 ദിവസം തുടർച്ചയായി പരിപാടികൾ വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്ത ഡോക്ടർ കെ ഷാജി സ്മാരകത്തിലെ കഥയെ ഭാരവാഹികളായ ശ്രീ എന്നിനെയും ശ്രീ രമേശിനെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ സാധനം പ്രയോജനപ്പെടുത്തുന്നു. മറ്റൊന്നുകൊണ്ടല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഥകളി ക്ലബ് ഇവിടെ ഉണ്ടായ കാലം തൊട്ട് ഇരിങ്ങാലക്കുടയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ ഇന്ത്യയിൽ. കഥകളി ക്ലബിനെ കുറിച്ച് വളരെ അടുത്ത പരിചയം ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ എന്നോട് ആദ്യം സംസാരിച്ചത് ഞാൻ മിസിസ് തമ്പാൻ എന്ന് വിളിക്കുന്ന പ്രൊഫസർ മീനാക്ഷി തമ്പാനും ഞാനും കൂടി സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് നടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ്. കോളേജ് വിട്ട് നടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ മിസിസ് തമ്പ എന്നോട് പറഞ്ഞു,
അച്ഛൻ എന്നെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരിക്കുന്നു. സാവിത്രിയൊക്കെ കഥകളിത്തത്തിൻ്റെ ഡോക്ടർ കെ എം ഷാഫി സ്മാരക കഥകളിത്തത്തിലൂടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഉണ്ട്. ആ കഥകളിത്തത്തിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇത്രമാത്രം സമയം ഈ ക്ലബിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുമെന്ന് നിശ്ചയമില്ലല്ലോ എന്നൊക്കെ. ഞങ്ങൾ രണ്ടുപേരും കഥകളി ക്ലബിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. മാസം തോറും കഥകളി കാണുമായിരുന്നു. കഥകളി കണ്ടുകൊണ്ടിരുന്ന ഓരോ അവസരങ്ങളും പ്രത്യേകമായി ഓർമ്മകളിൽ തീക്ഷ്ണമാക്കാൻ പറ്റുന്ന പാഠങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുകുട്ടിയായിരുന്ന മൂത്ത മകനെയും കൊണ്ട് കഥകളി കാണാൻ അവനെ മടിയിലിരിക്കൊണ്ട് കളി കാണുമ്പോൾ അവൻ കരയാതിരിക്കാൻ വേണ്ടി ജെംസ് മിഠായിയൊക്കെ കയ്യിൽ കരുതി ആ ജെംസ് മിഠായി അടുത്തിരിക്കുന്ന കുട്ടിക്ക് ആഗ്രഹത്തോടുകൂടി നോക്കുമ്പോൾ പങ്കുവെച്ച് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു അന്ന് രമേശ്വരൻ്റെ ഭാര്യ മീനാക്ഷി ചേച്ചി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കൂടുതലിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എഴുന്നേറ്റ് നിന്ന് ജനലരികിലേക്ക് നീങ്ങി നിന്ന് കഥകളിക്കാനുള്ള രംഗം നടത്താനാവുന്നില്ല. ഇപ്പോഴാണ് തുടർച്ചയായി 4-5 മണിക്കൂർ ഇരിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നേരിലറിയാൻ സാധിക്കുന്നത്. അങ്ങനെ കരുതി പറഞ്ഞു പോയാൽ ആവശ്യത്തിലധികം കാര്യങ്ങൾ പറയേണ്ടി വരും. ഇവിടെ വിനായക സ്മാരക കലാനിലയത്തിന് ഒക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നവജീവിതത്തിന് സമ്പൂർണമായ ഒരു സമർപ്പണം എന്ന സമ്പ്രദായത്തിൽ 4 ദിവസത്തെ കഥകളിയെ കേന്ദ്രത്തെ അവതരിപ്പിക്കാൻ നിഷ്കർഷിച്ചുകൊണ്ട് ഒന്നും വിട്ടുപോകാതെ മുഴുവൻ കഴിക്കാൻ നിഷ്കർഷിച്ചുകൊണ്ട് പല ദിവസങ്ങളിലായി അവതരിപ്പിക്കപ്പെടുന്നതോടൊപ്പം നവജീവിതത്തിലെ പ്രസക്തങ്ങളായ പദങ്ങൾ ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയെല്ലാം ആവിഷ്കരണങ്ങളായിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിയാവുന്നത്ര ഇനങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കാനും സംഘാടകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, ഈ ക്ലാസിക് കല നമ്മുടെ സ്വന്തം എന്ന് നിശ്ചയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ക്ലാസിക് കല കഥകളിയാണ്. അതിൻ്റെ സാഹിത്യമാണ് നടനം. ആ സ്ഥിതിക്ക് മുന്നായി വായിക്കുകയും നടനെടുക്കുകയും പിന്നീട് പുറത്താക്കി ഒരിക്കലും മറക്കാനാവില്ല. മുന്നായി വാര്യ സ്മാരക കലാനിലയം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ രണ്ടുപേരെയും കഥകളി അഭ്യസിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങിയിട്ടുള്ളത്. ചാലക്കുടിയിലും തൃശ്ശൂരിലും ഒക്കെ കഥകളി ക്ലബുകളുണ്ട്. കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പറയാറില്ല. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദ് സംഘടനത്തിന് തൃശ്ശൂരിൽ വെച്ച് ജനഭീതി എന്ന് പറയുന്ന സംഘടന വളരെയധികം 4 ദിവസം കഴിക്കുമ്പോൾ ബാഹുവേനായി വന്നത് നമ്മുടെ സദനങ്ങൾ കൂടിയാശാലയായിരുന്നു. ആ രീതിയിൽ ഇപ്പോൾ കഥകളിയെ നോക്കിക്കാണുന്നതിനുള്ള ഒരു മനസ്സാണ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയില്ല. ഒരു അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വന്നത്. നന്ദി, നമസ്കാരം. അനുഭവകഥകൾ പറഞ്ഞ എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. എങ്കിലും ഇംഗ്ലീഷ് നൃത്തമൊക്കെ പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും എന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ കലാനിലയവും കഥകളിക്ലബിൻ്റെ മീറ്റിംഗും കൂടി നാളെ ചെയ്ത് 1-ാം ദിവസം പൂർണ്ണമായിട്ട് നമുക്ക് കളിക്കുന്നൊക്കെ തീരുമാനമെടുത്ത് അതിന് മുൻപായിട്ട് ഉണ്ടായിരുന്ന പ്രോഗ്രാമില്ല. ഞങ്ങൾ ഒരു 10-15 പേര് വരുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റ്. ഈ ബുക്ക്ലെറ്റിന് 5 രൂപ അവർക്ക് വാങ്ങിക്കാൻ നോക്കി. അത് ഞങ്ങൾ കുടുംബശ്രീയുള്ള കഥകളിലാണ്. പരമ്പള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പരമേശ്വരനുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാനൊരു ശരിയെ പോലെ ഞാനൊരു ഇങ്ങനെ ഈ
ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഈ 5 രൂപ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് നോക്കിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിനെപ്പറ്റി കൊടുത്തത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നവർക്ക് കൊടുത്തു. കാര്യം മനസ്സിലാക്കിയ വെട്ടിക്കൽ രാധാകൃഷ്ണൻ ഓടി വന്ന് ഇതെടുത്ത് കൊണ്ടുവന്ന് അരമണിക്കൂർ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഒരു കാര്യം 2 വിധത്തിൽ ചെയ്യാം. അപ്പോൾ 2ാം തരത്തിലാണ് എന്നോട് കഥയെടുക്കുന്നത് കലാതിൻ്റെയും കാര്യം കൂടി നിങ്ങൾ ഒന്നുകിൽ കഥകളിൽ പോകണം, അല്ലെങ്കിൽ കലാതിലേക്ക് കലാതിന്റെ അത്യാവശ്യം കലാതിലേക്ക് വെച്ചു. അങ്ങനെ പിന്നെ മെമ്പർഷിപ്പ് ഒന്നും നടത്തില്ല. അത് വിട്ട് കലാതിലേക്ക് സൈഡിൽ നിന്ന് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സാരില്ല അങ്ങനെയാണ് നടന്നു. ഞാൻ അവരുടെ വീട്ടിലെ ഈ പ്രകൃതിയുടെ കുടുംബത്തിലെ കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളാണ് എൻ്റെ സാറ്. ഇവരൊക്കെ അങ്ങനെയൊക്കെ കിടന്നു. പിന്നെ എന്നെ കർമ്മത്തിക്ക് പോകുമോ എന്നൊക്കെ ചോദിച്ച് 2 വർഷം സാധനം പക്ഷേ വെച്ചാൽ അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ കേരളമായിട്ട് വർദ്ധിച്ചു. അടുത്ത പ്രോഗ്രാം എങ്ങനെയാണ് കലാലയത്തിൽ നടത്തി. അദ്ദേഹം പറഞ്ഞു എൻ്റെ എൻ്റെ 60ാം പ്രധാന കലാലയത്തിൽ വെച്ച് നടത്തുന്നു. കത്തോലിക്കൻ്റെ പങ്കാളിത്തം വഹിക്കുന്നു. അങ്ങനെയായിരുന്നു. ഈ വിധത്തിൽ ഒരുപാട് സംഘടനകൾ ഈ കലാനിലയവും കത്തോലിക്കത്തിനും കൊണ്ടുപോകുന്നതിന് വ്യക്തിപരമായി രീതിയിൽ വളരെ. പക്ഷെ അപ്പുറത്തെ സാറാണ്, ഇപ്പുറത്തെ പ്രകൃതിയൊക്കെയാണ്. അതുകൊണ്ട് വലിയ ഒരു കൂടാതെ കടന്നു പോകുന്നു. ഏറ്റവും വലിയ സങ്കടം ഞാൻ ഒരിക്കലും കോടതി പോകുന്ന സാഹചര്യം കലാലയത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുക. എല്ലാവരും പറഞ്ഞു ഗോപാലകൃഷ്ണനാണ് ഇരിക്കുന്നത്. വേഷക്കാരൻ പരമേശ്വരൻ വന്ന് എവിടെയാണ് പരമേശ്വരൻ കൊടുത്ത് 2 പേരും അയോഗ്യരാണെന്ന് കോടതി. ഈ 2 പേരും അയോഗ്യരാണെന്നും യോഗ്യരായവരെ തെരഞ്ഞെടുക്കുന്നതിന് കലാനിലയത്തിൽ ചുമതലപ്പെട്ട് പറഞ്ഞായിരുന്നു വേണ്ടത്. അതിലേക്ക് എനിക്ക് കൂടി കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു വീണ്ടും പുനർപരിശോധിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. പുനർപരിശോധിച്ച് ഗോപാലകൃഷ്ണനെ പ്രിൻസിപ്പലാക്കാൻ 2 പേരും എലിജിബിളല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണ്ടിയിരുന്നു കോർട്ടലക്ഷൻ കേസുകൾ വന്ന സമയത്ത് മാതൃഭൂമിയുടെ കോർട്ടലക്ഷൻ കേസ് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ഹാജരാകും. 2 ആഴ്ചക്കാലം പിന്നെ നമുക്ക് സ്വാധീനമുണ്ടായിരുന്നതുകൊണ്ട് 2 ദിവസം തന്നെ കേസ് ഇങ്ങനെ ഈ നടന്ന വീടുകളിൽ കാരണം അദ്ദേഹത്തിന് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതുപോലെ കഥകളിയിലുള്ള താല്പര്യം പല രംഗങ്ങളിലും എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു രംഗമായിരുന്നു
നിങ്ങൾക്കൊക്കെ അറിയാം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുകാർ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ആരെങ്കിലും ഒരു വാക്ക് മലയാളം പറഞ്ഞാൽ അത് മോശക്കാരുണ്ടാവും. ആ കോളേജിൽ പ്രവർത്തിക്കുക ഈ കലാലയത്തിൽ വരികയും അവരെന്തോ പഠിക്കുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള ആ നല്ല കാര്യം ഉണ്ടായതെന്നുള്ള നന്മയിൽ ഓർമ്മിച്ചുകൊണ്ട് ഗുരു പറഞ്ഞ ഇനിയും പലർക്കും പറയാനുള്ളത് ഞാൻ ഈ നാട്ടുകാരനാണ്. എന്നെ ഈ നാട്ടുകാരനാക്കി തീർത്തതും ഈ കലാരൂപമായിട്ട് ഇത്രയും ബന്ധം ഒക്കെ ഉണ്ടാക്കി വന്നതും 42 കൊല്ലമായിട്ടാണ് എൻ്റെ ഓർമ്മ. 52-ലാണ് ഞാൻ ഇതിൻ്റെ വരുന്നത് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നാൽ ഞാൻ അതിനാൽ അവരൊക്കെയാണ് കലയിൽ മാത്രം അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കാരുടെ കാര്യങ്ങൾ പറയില്ല. അദ്ദേഹമൊക്കെയാണ് അന്നൊക്കെ പ്രവർത്തിക്കുന്നത്. അവരായിട്ട് ബന്ധപ്പെട്ട് ഈ കലാരൂപമായിട്ട് ഒരുപാട് കാലം ഇങ്ങനെ പറഞ്ഞു തെറ്റുകൂട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനമല്ല എന്നെ കൊണ്ടൊന്നും വലിയതോ എന്ന് പറഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ പെയിന്റർ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി രക്ഷയൊന്നും ഇല്ലപ്പോൾ രാജാവ് പറയണമായിരുന്നു. രക്ഷയില്ല ഇരിക്കുന്ന കലാണ്. അപ്പോൾ ഈ കലാരൂപമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ വിജ്ഞാനപ്രകാരമായിട്ട് ഒരു ബന്ധം നടന്നുകൊണ്ടിരുന്നത് നല്ലവാര്യങ്ങളാണ്. അടുത്ത കാലത്തായിട്ട് അവരുടെ ബന്ധം ഇല്ലേണ്ടി വന്നു. അവിടെ ഇപ്പോൾ വലിയ കലാകാരനുമായിട്ട് വലിയ ബന്ധമില്ലാത്തമായി വേണ്ടി അപ്പം അങ്ങനെ അതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഉറപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കലയെ വളർത്തുന്നതിൽ എനിക്കൊരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചത് ഇപ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ആധുനിക രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രത്തോളം ആവും, എത്രത്തോളം ഇത് മുന്നോട്ട് പോകും എന്നൊന്നും പറയാൻ കഴിയില്ല. അല്ലാത്തൊരു രൂപമാണ്. ആർക്കും ഒന്നിനും നേരില്ലാത്ത കാലഘട്ടം. എങ്ങനെ ധനം ശേഖരിക്കണമെന്ന് മാത്രമുള്ളൂ. അല്ലാണ്ട് മനുഷ്യത്വം ഉണ്ടാവണമെന്നോ മനുഷ്യന് ഇത്തരം കലകളെ ആസ്വദിക്കണമെന്നോ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടെന്നോ ഇതൊന്നും ധരിക്കുന്ന ആൾക്കാരില്ല. അപൂർവമായിട്ടുണ്ട്. മൂലത്തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുഖ്യമായിരിക്കുന്ന കാലത്ത് അച്ഛനൊരു ചെറിയ താല്പര്യമുണ്ടായിരുന്നു. ഇന്ന് കലാമണ്ഡലമൊക്കെ രൂപീകരിച്ച് അവരുടെ തെറ്റൊന്നും വരുന്നില്ല. ഇത് പരമായി അന്നമന ഉത്സവത്തിന് പോയാൽ ആ മൂപ്പന്മാരുടെ കഥകളിൽ പറയും KCSF കെ ശാന്തുമൂപ്പൻ മെമ്മോറിയൽ കഥകളി ക്ലബ് മൂപ്പന്മാരുടെ കാലത്ത് 10-ാം കാലത്ത് പറയുന്നത് അവരുടെ കഥകളിയാണ് ആദ്യം. അപ്പോൾ വേഷങ്ങളും കാര്യങ്ങളും അവരുടെ ഒത്തുകെട്ട് കാര്യങ്ങളും കണ്ടാൽ വളരെ കഷ്ടമാണ്. മണ്ഡലത്തിന്റെ കളികളിൽ അവരുടെ നാടകാഭരണങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിനോട് ആദ്യം പറഞ്ഞല്ല ഇതിൽ കലാകാരന്മാരെ ഇതിലുള്ളവർ കഥാപാത്രങ്ങളൊന്നും സംസാരിക്കില്ല. ഇങ്ങനത്തെ ഇതൊക്കെ പാട്ട് ഇതാണ് എൻ്റെ അഭിവാദം. ഇവരൊക്കെ 42 കൊല്ലമായി. തമിഴ്നാട് കേരളായും അതുകൊണ്ട് അല്പം പിന്നാക്കം ആയിട്ട് ഞാൻ ഈ കഥകളിലെ ഭാഗവാദികളുടെ പുതുവരേക്ക് വരുന്നത് ഞാനാണ്. 10 കിലോമീറ്റർ മുടിയാണ് നമ്മളൊക്കെ ഒന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാലവും ഇതിന് വേണ്ടി 15 രൂപ ഓട്ടോറിക്ഷ കൊടുക്കാൻ കൊടുത്തിരുന്ന കാലത്ത് 250 രൂപ കൊടുക്കാൻ അങ്ങനെ അത്രയും കാലവും ഇത് കൊണ്ടുവന്നു.
നമുക്കെല്ലാവർക്കും നന്ദി. എല്ലാവരെയും എനിക്ക് കഴിഞ്ഞില്ല. നമസ്കാരം. ഈ ഒരു സദസ്സിന്റെ മുമ്പിൽ നിങ്ങളോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഗുരുക്കന്മാർ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നേരത്തെ ഇവിടെ പരാമർശിച്ച ഡോക്ടർ കെ കുമാരൻ്റെ മകനാണ് ഞാൻ. എൻ്റെ പേര് ശശി. ലക്ഷ്മണൻ സാറും സാഹിത്യ ടീച്ചറും എൻ്റെ അയൽവാസികളായിരുന്നു. ഈ പറയുന്ന കൃഷ്ണൻകുട്ടി ടീച്ചറും CP ജോർജ് മാഷും എൻ്റെ അധ്യാപകനായിരുന്നു. 2 വർഷം ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചപ്പോൾ അന്ന് ചന്ദ്രഭാഷൻ ജോർജ് സ്കൂളിൽ ഒന്നിച്ച് നടക്കുമ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പക്ഷെ ഒരിക്കൽ പോലും മാഷോടും ഈ 2 മാഷന്മാരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ സഹോദരികൾ, എൻ്റെ ജ്യേഷ്ഠനെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. സദാശിവൻ സത്യം പറഞ്ഞാൽ 1973 മുതൽ 98 വരെയാണ് ഇരിങ്ങാലക്കുടയിൽ ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരുന്നത്. 25 വർഷം. അതിനുശേഷം 25-ലധികം വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും കഥകളി ക്ലബ് എന്ന് പറയുമ്പോൾ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞാൽ എനിക്ക് നൊസ്റ്റാൾജിയാണ്. അതിൽ വിശേഷിച്ചും ഈ കഥകളി ക്ലബ്. കാരണം കഥകളി ക്ലബ് ഒരു ക്ലബായിട്ടല്ല, കുട്ടികളുടെ ഒരു ക്ലബായിട്ടല്ല, ഒരു കുടുംബ യോഗം പോലെ ആണ്. കുടുംബ ബന്ധങ്ങളായിരുന്നു ഒരു പ്രധാനം. സുരേന്ദ്രൻ പറഞ്ഞല്ലേ, ഇടയത് മാഷും ഞങ്ങളും ഈ പറഞ്ഞ എല്ലാവരും. ഞാൻ കഥകളി ക്ലബിന്റെ മീറ്റിങ്ങുകളിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. ഞാനിവിടെ ഉണ്ടാകാറുണ്ട്. അതിൽ 2 വർഷങ്ങൾ മാത്രമാണ്. 75-ന് ശേഷം പഠനമായിട്ടും ജോലിയായിട്ടും ഒക്കെ ഞാൻ പുറത്തായിരുന്നു. പക്ഷേ അന്നും ഇന്നും ഒരു ഇരിങ്ങാലക്കുടക്കാരനായിട്ട് എൻ്റെ പഴയ സതീർത്ഥ്യൻ എന്നെ എന്നോട് പറയുമ്പോൾ ഞാൻ അല്ല എന്ന് പറയാനില്ല. കാരണം ഇന്നും ഇതെല്ലാം എൻ്റെ ഒരു നിഷ്കാഴ്ചയാണ്. 2 ദിവസം മുമ്പ് സുഖമില്ലായിരിക്കുന്ന എൻ്റെ ചേട്ടൻ പറഞ്ഞു, കൃഷ്ണൻകുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ സഹോദരിക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അച്ഛനമ്മയും മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാം. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അധികം ഇവിടെ പലർക്കും അറിയില്ല, പക്ഷെ അച്ഛൻ്റെ പേര് പറഞ്ഞ എല്ലാവരും അറിയും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പോകാം എന്ന് പറഞ്ഞ് വന്നതാണ്. ഒരുപാട് സന്തോഷം ഇവിടെ വരുന്നതിന്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം 73-ൽ ഇവിടെ വരുമ്പോൾ ഞാൻ ക്രൈസ്റ്റ് കോളേജ് PDP ചെയ്ത വർഷമാണ്. അതിന് മുൻപ് തന്നെയാണ്. 59-70 വർഷങ്ങളിലൊക്കെ ഞങ്ങൾ താമസിച്ചിരുന്നത് പുതുക്കാടിനപ്പുറമുള്ള ചെങ്ങാലൂർ എന്ന് പറയുന്ന ഗ്രാമമായിരുന്നു. അവിടുന്ന് തൃശ്ശൂര് സർഷാല ഡോക്ടർ KN ശിഷാരടിയുടെ കഥകളി ക്ലബിന്റെ പരിപാടികളിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ബസ്സിൽ കയറി. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അച്ഛന്. എൻ്റെ അമ്മയും ഞങ്ങൾ മക്കളും 3-4 പേരെയും കൂട്ടി ബസ് കയറി തൃശ്ശൂരിൽ പോയി തിയേറ്ററിന്റെ കഥകളി കണ്ടിട്ട് പിറ്റേന്ന് രാവിലത്തെ ആദ്യത്തെ ബസ്സിൽ മുക്ലിയൻ ബസ്സിൽ വന്നിട്ട് സൈക്കിൾ ചവിട്ടി വരന്തരപ്പള്ളിയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിൽ പോകുമായിരുന്നു അച്ഛൻ. അതാണ് എൻ്റെ കഥകളി, അന്നത്തെ കഥകളി ഓർമ്മ. പിന്നെ ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും തുടക്കം മുതൽ ഇടയിൽ മാഷയുടെ കൂടെ കുറേ വർഷങ്ങൾ അച്ഛൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു കഥകളി ക്ലബിൽ. പക്ഷേ ഇന്നും അഭിമാനത്തോടെ വെറുതെയായി പറയാം, കഥകളി ക്ലബിന്റെ മെയിലിംഗ് ലിസ്റ്റിൽ ഒരു പേര് എൻ്റേതാണ്. ഇപ്പോഴും എനിക്ക് ഓരോ പ്രോഗ്രാമിന്റെയും അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരാൻ കഴിയാറില്ല, വരാറില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിലായിരുന്ന സമയത്ത് പോലും ഈ കഥകൾ അവിടെ വരാറുണ്ടായിരുന്നു. അപ്പൊ മലയാളം അറിയാത്ത സുഹൃത്തുക്കളോ അധ്യാപകരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നത് എന്താണ് സംഭവം. അപ്പോഴും അഭിമാനത്തോടു കൂടി തന്നെ ഈ കഥകളി ക്ലബിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. വളരെ സന്തോഷം നമ്മളെ അറിയിച്ചതിന്, വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയാത്തവരും എനിക്കറിയാത്തവരും യാതൊരു തോന്നുന്നു. എല്ലാവരും വളരെ അടുത്ത ബന്ധം എന്നെ പരിചയപ്പെടാൻ കാരണം ഈ കഥകളി ക്ലബാണ്. കഥകളി ക്ലബായിട്ട് എനിക്കുള്ള അനുഭവം 40-45 വർഷം മറ്റുപോയ നരേന്ദ്രനാഥ് മേനുണ്ടായിരുന്നു. പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ആളില്ല. അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് പോകുമ്പോൾ ഞാൻ വെറുതെ വീട്ടിൽ അതൊന്ന് വരും, നമുക്ക് കളി കിട്ടിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് അതിനെപ്പറ്റി അതൊരു ഐഡിയ വന്ന് കാണും. നല്ല ഐഡിയ ഉണ്ടാവും. കൊണ്ടുപോയി ചെറിയ കുട്ടിയെ കൊണ്ടുപോയി കഥകളി കാണിച്ചത് ഓരോ രംഗവും മത്സരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. അതിന് ശേഷം നമ്മുടെ ഹരിദാസ് ജീവൻ അങ്ങനെ പോയി. പിന്നെ വിശേഷം തരുന്നു. അതിൽ നിന്ന് കിട്ടിയ കൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തിത്വമായിട്ടും എൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കാനും കഴിയുന്ന ഗുണങ്ങൾ മനസ്സിലായി. അല്ലാതെ മറ്റേ എൻ്റെ കുട്ടികൾക്കുള്ള വ്യക്തിത്വവും സ്വഭാവ ഗുണങ്ങളിലും നല്ല മാറ്റം വരുത്താൻ രണ്ടുപേരും കഥകളി പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ. ആ സ്റ്റോറിയുടെ ഓരോ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാനും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും കഥകളി ക്ലബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലബ്ബല്ല, മറ്റു ക്ലബ്ബ് പോലെ ഇവിടെ അതുപോലെ രീതിയിലുള്ള അംഗീകാര ഉടമ്പടിയോ തന്നെ സമ്പാദിച്ചത് അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത്രയും വർഷം അത് വളർന്നു വന്ന് ഇന്നും നല്ല അന്തരീക്ഷം. കഴിഞ്ഞ 2-3 വർഷമായി ഇപ്പോൾ ഉള്ള ഭരണാധികാരികൾ വളരെ നന്നായിട്ട് അതിന്
കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷമുണ്ട്. കഥകളി ക്ലബിൻ്റെ വളർച്ച, ഇങ്ങാലക്കുടയുടെ സാംസ്കാരിക രംഗത്തിൻ്റെ വളർച്ച നിലനിൽക്കാൻ വളരെ വളരെ ഉപകരിക്കുന്നതെന്നാണ് കുമാരകുമാർ ഇതിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു. ഒരിക്കലും അവരുടെ ആ ഫൗണ്ടേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെപ്പോഴും നമ്മൾ ഓർമ്മയുണ്ടാവും. നമുക്കറിയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം ആശംസിച്ചുകൊണ്ട് വിശ്വപ്രശസ്ത ക്ലാസിക്കൽ കലാരൂപമായ കഥകളിയെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ അശക്തനാണ്. വാസ്തവത്തിൽ കഥകളിയുടെ ഒരു മികച്ച ആസ്വാദകരൊന്നുമല്ല ഞാൻ. ശരാശരി താഴെയുള്ള ഒരു ആസ്വാദകനായിട്ടാണ് ഞാൻ എന്നെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ അതേസമയം കഥകളി ക്ലബിൻ്റെ നിർവാഹക സമിതിയിൽ ദീർഘകാലം പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ കേരളത്തിൻ്റെ തനത് സംഭാവന, ഈ ക്ലാസിക്കൽ കലാരൂപത്തിനുള്ള കേരളത്തിൻ്റെ ഈ സംഭാവനയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് എനിക്ക് എല്ലായ്പ്പോഴും അഭിമാനമുണ്ട്. അതുകൊണ്ട് അത് പങ്കാളിയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ കാരണം, എൻ്റെ വളരെ ആത്മസുഹൃത്തുക്കളായ വി രാധാകൃഷ്ണൻ, അതുപോലെ കെ വി ചന്ദ്രൻ, എം ആർ വാര്യർ, അങ്ങനെ പലരും ഇതിലെ സജീവ പ്രവർത്തകരായിരുന്നു, ആദ്യകാല പ്രവർത്തകരായിരുന്നു. അതുപോലെ എൻ്റെ പങ്കുകാരായിരുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായ ഇടയദോസ് സാറ്, അപ്പൂസ്, സി പി കൃഷ്ണൻ, ഇവരൊക്കെ ഇതിൽ, അതുപോലെ എം കെ ചന്ദ്രൻ, നളിനാൻ, ഇവരൊക്കെ ഇതിൽ വലിയ സജീവ പ്രവർത്തകരായിരുന്നു. പക്ഷേ ഈ കഥകളി ക്ലബിനെ പറ്റി പറയുമ്പോൾ 3 സവിശേഷതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കേരളത്തിലെ അത് സജീവമായ കഥകളി ക്ലബുകളുടെ ആദ്യത്തെ 10 ക്ലബുകളിൽ ഒന്നാണ് ഈ ഞങ്ങളുടെ അത് ഡോക്ടർ കൃഷ്ണാനന്ദി സ്മാരക കഥകളി ക്ലബ് എന്നാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 50 വർഷങ്ങളായി പ്രതിമാസ കളികൾ മുടക്കാതെ നടത്താൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം ചില ക്ലബുകളിൽ ഒന്നാണ് നമ്മുടെ ക്ലബ്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴത്തെ ഭാരവാഹികൾക്ക് വളരെയധികം മുക്തകണ്ഠമായ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലം നടത്തിയിട്ടുള്ള അത്ര പരിപാടികൾ ഒരു കഥകളി ക്ലബിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ ആരും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ 1 വർഷക്കാലം ഇത്രയധികം അതിന് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ ഈ ഏറ്റവും എനിക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കഥകളി ക്ലബിൻ്റെ ഒട്ടേറെ സജീവ പ്രവർത്തകർ നമ്മളെ വിട്ടുപിരിഞ്ഞു. അതായത് പ്രത്യേകിച്ച് കെ വി ചന്ദ്രൻ, ഈ ക്ലബിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ വി ചന്ദ്രൻ. അതുപോലെ കൃഷ്ണദാസ്, എം കെ ചന്ദ്രൻ, അതുപോലെ ചന്ദ്രൻ, നളിനാൻ തുടങ്ങിയിട്ടുള്ള കുറേ പേര്. അത് വളരെ അപൂർവമാണ്. ഒരു 3 വർഷത്തിനുള്ളിൽ ഇത്രയധികം പേര് പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയാറുണ്ട്. അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ വാക്കുകൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഇരിങ്ങാലക്കുടയിലെത്തി. ഒരു 20 വർഷം. ഞാൻ വന്ന് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ മറ്റാരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആദ്യം പരിചയപ്പെട്ടത് ചന്ദ്രേട്ടനെയാണ്. സ്വാഭാവികമായും ആദ്യത്തെ പണി തന്നെ ചന്ദ്രേട്ടൻ നമ്മളെ ക്ലബിന്റെ മെമ്പറാക്കുക എന്നുള്ളതാണ്. നേരത്തെ നരേന്ദ്രഭായി സാറ് പറഞ്ഞതുപോലെ എൻ്റെ വീടിനടുത്തുള്ള അന്നമരണ മഹാദേവ ക്ഷേത്രത്തിലോ കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ വല്ലപ്പോഴും ഉത്സവകാലത്ത് ഒരു കഥകളി കണ്ടു നടന്നിരുന്ന എനിക്ക് മാസം തോറും കളി കാണാൻ സാധിക്കുക എന്നൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതൊരു അത്ഭുതവും വലിയ സന്തോഷവും പകരുന്ന ഒന്നായിരുന്നു. ഇങ്ങനെ ഞാൻ കഥകളി ക്ലബിന്റെ സ്ഥിരം കളി കാണാനായി എത്തിയിരുന്ന എന്നെ എക്സിക്യൂട്ടീവിലേക്ക് പിടിച്ചിടുകയും കുറച്ചു കാലം 4-5 കൊല്ലം മാത്രം ട്രഷററായി പ്രവർത്തിക്കാനും സാധിച്ചു. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ആദ്യകാലത്തെ ആളുകളുടെ പേരൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാനേ എനിക്ക് പറ്റും. ഞാൻ അവരെയൊന്നും അറിയില്ല. പലരെയും കണ്ടിട്ടുണ്ട്. ഒരു ശാരീരിക അവസ്ഥയില് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. ഇപ്പൊ ബാലവികാര സാർ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അരങ്ങൊഴിയേറ്റി. ഇനിയും കുറച്ച് പേരിപ്പോഴും
ശാരീരിക അസ്വസ്ഥതയായിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തില് സന്തോഷം, വളരെ ഒരു ക്രൂഷ്യൽ പീരീഡിലൂടെ കടന്നു പോയപ്പോഴും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും കുറച്ച് മോശം അവസ്ഥയിൽ ക്ലബ്ബ് വന്ന സമയത്താണ് എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ മുതൽ കണക്ക് പുസ്തകമൊക്കെ തന്നിട്ട് നിങ്ങൾ ഇതൊന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറയേണ്ടായി. ഔദ്യോഗികമായിട്ട് ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെടുകയല്ല ആദ്യം ഉണ്ടായത്. കാരണം അന്ന് കൈകാര്യം ചെയ്തിരുന്ന ആൾക്ക് ഇനി തുടർന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു. പക്ഷെ ഞാനത് എനിക്ക് കഴിയുന്ന രീതിയിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ക്ലബിന്റെ കുറച്ചൊരു പരാധീനതകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി. നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. അത് ഇനിയും ഉത്തരോത്തരം പുരോഗതിയിലേക്ക് എത്തിക്കട്ടെ. കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സ്വത്തൊരുമിച്ച് ശ്രമിക്കാം. കുറച്ചും കൂടി ജനകീയമാക്കാൻ ശ്രമിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. എൻ്റെ വീട് അവിട്ടത്തൂരാണ്. കുടമാണിക്യ ക്ഷേത്രത്തിലും അവിട്ടത്തൂർ ക്ഷേത്രത്തിലും ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന കഥകളെ കണ്ട് പോകുന്ന കഥകളെക്കുറിച്ചൊന്നും ആ കഥയുടെ സാഹചര്യങ്ങളും മാത്രം അറിഞ്ഞുകൊണ്ട് കഥകളി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കഥകളി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കഥകളിയെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിക്കുന്ന ഒരു ക്ലാസ് കുറിച്ച് നായിവാരിക സ്മാരക കലാലയത്തിൽ സംഘടിപ്പിക്കും. അന്ന് എനിക്ക് വെറും 17 വയസ്സ് പ്രായം. കോളേജ് വിദ്യാഭ്യാസം നടന്നു. ആ വിദ്യാഭ്യാസത്തിനിടയിലാണ് മാസത്തിലൊരിക്കൽ കഥകളി കാണാൻ ഇവിടെ വരണമെങ്കിൽ വന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യമില്ല. സൈക്കിൾ ചവിട്ടി ഇവിടെ വന്ന് കഥകളി കണ്ടുപോകാനുള്ള ആവേശവും അതിനുള്ള പ്രചോദനവും തന്നതിൻ്റെ സംഘാടനം. അവരുടെ ആ സംഘാടനത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് പേരെടുത്ത് നമ്മുടെ ശ്രീ കൃഷ്ണൻ നെൽക്കൊണ്ട് ഇളയത് ഭാഷ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. കിഴക്കുവെളുപ്പിൻ്റെ ആഘോഷം ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു യുവാവെന്ന നിലയിൽ എന്നെ അതിൻ്റെ ഭരണസമിതിയിലേക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം കഥകളിയെക്കുറിച്ച് എൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരു ചെറിയ ആസ്വാദകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എന്നെ ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ എന്നെ അതിന് സഹകരിപ്പിക്കാൻ ശ്രമിച്ചത് അത് സംഘാടകൻ്റെ ഒരു നല്ല വീക്ഷണമായിട്ട് ഞാൻ കാണിക്കുക. എന്തായാലും ഒരുപാട് അനുഭവങ്ങളുണ്ട്. കടയത് മോശമായിട്ടും അങ്ങനെ ഒക്കെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഈ ഇരിങ്ങാലക്കുടയുടെ ഇതിലുള്ള നിവാസികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞത് ആ ഈ കഥകളി ക്ലബ് എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. എന്തായാലും അത് വലിയ അനുഭവം തന്നെയാണ്. ഒരിടക്കാലത്ത് ക്ലബുമായിട്ടൊക്കെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എനിക്ക് ഒരുപക്ഷെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വീണ്ടും അത് കൂട്ടിയുറപ്പിക്കാനായിട്ട് സാധിച്ചു. അവിടുന്ന് 6-7 പേര് മെമ്പർമാരെ ചേർത്തുകൊണ്ട് ഇന്നും അവരൊക്കെ അതിൽ സജീവമാണ്. അതിലിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സതീശൻ, ഞാനിവിടെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം എൻ്റെ കൂടെ പോയിട്ട് എൻ്റെ കൂടെ വന്നവരാണ്. അപ്പോൾ അതൊരു ഒരു സംഘാടകൻ്റെ കഴിവ് കൊണ്ട് എന്നിലൂടെ ആ സംഘാടകത്വം വളർത്തിയെടുക്കാൻ കൂടി അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കഥകളിന് ഇന്ന് കാണുന്ന രീതിയിലും ഒക്കെ വളരാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ ഒരു സംഗതി, ഈ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ച ഇതിന് ഇപ്പോഴത്തെ സാരഥികളോട് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. നന്ദി. കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികം സുവർണം എന്ന നാമകരണം ചെയ്ത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരമ്പരയുടെ പരിസമാപ്തി കുറിക്കുകയാണ് ഇന്നു മുതൽ 16 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പൂർണ്ണ സമാപന ചടങ്ങുകൾ. കഴിഞ്ഞ ഒരു വർഷക്കാലം സുവർണത്തിന്റെ ഭാഗമായി 50 അരങ്ങുകൾ സൃഷ്ടിക്കുക എന്ന ജോയിന്റ് സെക്രട്ടറി ആ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ വളരെ ആശങ്കയോടും എന്നാൽ അതിലുപരി അതിൻ്റെ ആ ഒരു മോഹം നമ്മൾ നടപ്പിലാക്കണം എന്നുള്ള ഒരു നിശ്ചയം ഇല്ലെങ്കിൽ
ആ ഒരു ആവേശത്തിൻ്റെ തിമർപ്പിൽ എല്ലാവരും അതിന് പൂർണ്ണമായ പിന്തുണയും കയ്യടിയും നൽകിയപ്പോൾ സമാപനത്തിൻ്റെ ചടങ്ങിന് തൊട്ടു മുമ്പായി വന്ന് നിൽക്കുമ്പോൾ ഒരു റിവ്യൂ നടത്തിയപ്പോൾ ഏകദേശം 84 പരിപാടികളടക്കം ഇതിനകം നടത്തി കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് കഥകളിക്കത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ 84 നവ്യത്തിൻ്റെ ടൈം ലൈനിലാണ്. നവ്യം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം ഇവിടെ 2 ദിവസം നടന്ന ഗുരുസ്മൃതി പൈങ്കുളം ടി കെ നാരായണ നമ്പ്യാരാശാന്റെ പാണിവാതിക തിലകൻ ടി കെ നാരായണ നമ്പ്യാരാശാന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് 2 ദിവസത്തെ നിറഞ്ഞ രംഗങ്ങൾ ഇവിടെ അടുകയുണ്ട്. ഇനി സൂർണം സമാപനം നമ്മൾ മുഖ്യമായി കേന്ദ്രീകരിച്ചത് പ്രഖ്യാപിച്ച പോലെ, നോട്ടീസിൽ പരാമർശിച്ച പോലെ നളകഥകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നളചരിതം കഥകളിയുടെ 4 രംഗങ്ങളും സമാന്തരമായ പ്രഭാഷണ പരമ്പരകളും ഒപ്പം നളകഥകളെ കേന്ദ്രീകരിച്ചുള്ള മറ്റ് കാവ്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും സാധിക്കുന്ന വണ്ണം പുതിയ രംഗനിർമ്മിതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള രംഗാവതരണങ്ങളാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. ഇതിനെല്ലാം സാധിച്ചത് പൂർവ്വസൂരികളായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ആവേശവും അവരുടെ ദൂരവ്യാപകമായി ആ ഒരു ഉൾക്കാഴ്ചയും അവരും പ്രവർത്തിച്ച് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് 3 വർഷത്തേക്ക് ആ ഒരു ഭരണസാരഥ്യം ഏറ്റെടുത്ത ഈ കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും മുൻ ഭരണസമിതി അംഗങ്ങളുടെ ഇത്തരം ഉള്ള സൗഹാർദ്ദപരമായ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തുചേരലായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് എനിക്ക് അനിയൻ പറഞ്ഞ ആ ഒരു ഊഷ്മളമായ തുടക്കം വേണമെന്ന് വളരെ ആത്മാർത്ഥമായി അങ്ങനത്തെ ഒരു ചടങ്ങ് നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് ഇതിന് പരിപൂർത്തിയാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള ഒരു ചടങ്ങ് ഇതിൻ്റെ ഭാഗവാക്കാകുകയും ഔപചാരികതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ഊഷ്മളമായ ചടങ്ങാണ് ഇത് സമാപ്തി കുറിക്കുകയാണ് ഈ ഒരു ചടങ്ങിൽ. അതിന് നന്ദി പറയുന്നതിനായിട്ട് ഞങ്ങളുടെ കഥകളിക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ, രാജേഷ് തമ്പാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഏറ്റവും ഹൃദ്യമായിട്ട് ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് നടന്ന പരിപാടികളിൽ ഏറ്റവും ഹൃദയസ്പൃക്കായതും ഏറ്റവും ഹൃദ്യവുമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഓരോ സംഘടനയിലെയും ഭാരവാഹികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ മുൻ പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത്. ഇവിടെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മറന്ന് എത്തിച്ചേർന്നിട്ടുള്ള പദ്യവയോധികരായിട്ടുള്ള നിരവധി പേരുടെ സാന്നിധ്യം ഈ സമ്മേളനത്തെ ധന്യമാക്കി. കഥകളി ക്ലബിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഇവിടെ മുൻ ട്രഷററായിരുന്ന ശിവദാസേട്ടൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ വളരെ അന്നൊക്കെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രദീപ് നമ്പേശനും ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ 16 ദിവസത്തെ പരിപാടിക്ക് 15 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിൻ്റെ ആ ഡെൽറ്റ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയ ആലോചനകൾ നടത്തി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വെളിച്ചം കണ്ട ഒരു സംഘടനയാണെന്നുള്ളത്. നമ്മൾ വെളിച്ചം കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ കൂടുതൽ ഞാൻ സമയം കളയുന്നില്ല. ഔപചാരികമായ ചടങ്ങുകൾ തുടങ്ങേണ്ടതുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മുൻ ഭാരവാഹികൾ, അതുപോലെ തന്നെ കഥകളി ക്ലബിന്റെ എന്താ പറയുക അഭ്യുദയകാംക്ഷികൾ, ഇവിടെ എത്തിയുള്ള പ്രേക്ഷകർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ